ഇപ്പോ അവിടെ സംഭവിച്ചു പോയ ആ ദുരന്തത്തിന്റെ മുമ്പിലേക്കൊന്ന് നോക്കൂ. ഇനി അവിടെ വാപ്പയില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുറെ മനുഷ്യരുണ്ട്. അവരെയൊക്കെ ചേർത്തു പിടിക്കുക എന്ന് പറയുന്നത് മതപരമായൊരു ദൗത്യമായിട്ടാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചത്. മദീനയിലേക്ക് ഓടി വന്ന മുഹാജിറുകളോട് അവരെല്ലാം ഇട്ടേച്ചു പോരുമ്പോൾ മഹാന്മാരായ അൻസാറുകളോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നിങ്ങൾ ജീവിതം പകുത്തു കൊടുക്കാൻ. നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയൊരു അംശം എടുത്തു കൊടുക്കുമ്പോഴെങ്കിലും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നു നിന്നാൽ, നോക്കൂ, അവിടെ കുറെ മനുഷ്യർ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. എല്ലാം ഇനിയും വരാവുന്ന ഒരു വലിയ പെട്ടെന്നുള്ള പ്രകമ്പനത്തിൽ താൻ ഒലിച്ചു പോകുമോ എന്ന് ഭയന്നു നിൽക്കുമ്പോൾ പോലും, ഇനിയും വരാവുന്ന പെട്ടെന്നൊരു ഉരുൾപൊട്ടലിൽ തങ്ങളുടെ ജീവിതവും അവസാനിച്ചു പോകുമോ എന്ന് ഭയന്നു നിൽക്കുമ്പോഴും കുറെ ചെറുപ്പക്കാർ, കുറെ സന്നദ്ധ പ്രവർത്തകർ, ഇന്ത്യയുടെ മിലിറ്ററി, വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളിൽപ്പെട്ട കുറെ ചെറുപ്പക്കാർ, അവരെല്ലാവരും അവിടെ നിന്ന് ആ സാഹസികമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അതൊരു ചേർന്നു നിൽപ്പാണ്, മനുഷ്യത്വത്തിന്റെ ചേർന്നു നിൽപ്പാണ്. ആ മനുഷ്യത്വത്തിന്റെ ചേർന്നു നിൽപ്പുണ്ടാക്കിയെടുക്കുന്ന കാവലാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞു കൊടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം.